നമസ്കാരം, എവർക്കും എല്ലാമൺ PSC കോച്ചിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനിതക ശാസ്ത്രം എന്നുള്ള ടോപ്പിക്കാണ്. ബയോളജിയിൽ തന്നെ ജനിതക ശാസ്ത്രം. എന്താണ് ജനിതക ശാസ്ത്രം, അതിനകത്ത് പല ശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനകൾ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ എന്താണ് ജനിതക ശാസ്ത്രം എന്ന് നോക്കാം. ജനിതക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പാരമ്പര്യത്തെയും വ്യതിയാനങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം. അപ്പോൾ എന്താണ് പാരമ്പര്യം? നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അല്ലേ. മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് പാരമ്പര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെറിഡിറ്റി. മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും വ്യതിയാനങ്ങൾ? മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി സന്താനങ്ങളിൽ പ്രകടമാകുന്ന സവിശേഷതകളാണ് വ്യതിയാനങ്ങൾ. അപ്പോൾ ഈ പാരമ്പര്യത്തെയും വ്യതിയാനങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത്? ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. ഇനി നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്, ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്നുള്ള ശാസ്ത്രജ്ഞനാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രീൻ ബീൻസ് ചെടിയിൽ, അതായത് തോട്ടപ്പയർ ചെടിയിൽ നടത്തിയ വർഗസങ്കരണ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ജനിതക ശാസ്ത്രത്തിന് അടിത്തറ പാകിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ജനിതക ശാസ്ത്രം എന്താണെന്ന് മനസ്സിലായി. പാരമ്പര്യത്തെയും വ്യതിയാനങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. പാരമ്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളിലെ സവിശേഷ സന്താനങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. വ്യതിയാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി സന്താനങ്ങൾ പ്രകടമാകുന്ന സവിശേഷതകൾ. അപ്പം അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഗ്രിഗർ മെൻഡലിനെ പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹം ഓസ്ട്രിയയിൽ ബ്രൺ എന്ന സ്ഥലത്താണ് ജനിച്ചത്. ആ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് ചെക്ക് റിപ്പബ്ലിക്കിലാണ്. ഓസ്ട്രിയയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം പരീക്ഷണം നടത്തി, നമ്മൾ പറഞ്ഞു, പയർ ചെടി, തോട്ടപ്പയർ ചെടിയിലാണ്. അതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞാൽ പൈസം സെറ്റൈവം എന്നാണ്. തോട്ടപ്പയർ അല്ലെങ്കിൽ ഗ്രീൻ ബീൻസിൻ്റെ ശാസ്ത്രീയ നാമമാണ് പൈസം സെറ്റൈവം. ആ ചെടിയിലാണ് ഇദ്ദേഹം വർഗസങ്കരണം നടത്തിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ കുറച്ച് പാരമ്പര്യ നിയമങ്ങളൊക്കെ ആവിഷ്കരിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം പാരമ്പര്യ നിയമങ്ങളൊക്കെ ആവിഷ്കരിച്ചു. പക്ഷേ ആ സമയത്ത് 1866 അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചത്. പക്ഷെ അതൊന്നും അന്നത്തെ സമയത്ത് അത്ര പരിഗണന ലഭിച്ചില്ല. അതിനുശേഷം 1884 അദ്ദേഹം അന്തരിച്ചു. പിന്നീട് നടത്തിയ ശാസ്ത്രജ്ഞന്മാരാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾക്കൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ ഗ്രിഗർ മെൻഡലിനെ കുറിച്ച് ഓർത്തിരിക്കുക. പയറ് ചെടിയിലാണ് പരീക്ഷണം നടത്തിയതെന്ന് ഓർത്തിരിക്കുക. അദ്ദേഹം പയറ് ചെടിയുടെ പയറ് ചെടിയുടെ ഉയരം, പൂവിൻ്റെ സ്ഥാനം, വിത്തിൻ്റെ ആകൃതി, അങ്ങനെയുള്ള സ്വഭാവങ്ങൾ എന്ത് ചെയ്തു? അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കുന്നതായിട്ട് കണ്ടു. അതിൻ്റെയൊക്കെ വിലയിരുത്തിയാണ്, ആ സ്വഭാവങ്ങളുടെ പ്രേഷണത്തെ വിലയിരുത്തിയാണ് അദ്ദേഹം നിയമങ്ങൾ ആവിഷ്കരിച്ചത്. ഓക്കെ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരീക്ഷണമാണ് ഈ കടുത്തിരിക്കുന്നത്. മാതൃസസ്യം, അതായത് ഉയരം കൂടിയ ഒരു പയറ് ചെടിയും ഉയരം കുറഞ്ഞ ഒരു പയറ് ചെടിയും കൂടെ വർഗസങ്കരണം നടത്തിയപ്പോൾ ഉണ്ടായ പയറ് ചെടി എങ്ങനെയായിരുന്നു? ഉയരം കൂടിയ പയറ് ചെടിയാണ് ഉണ്ടായത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് മീഡിയത്തിലുള്ള ഒരു പയറ് ചെടിയാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ച്, ഉയരം കൂടിയ പയറ് ചെടിയും ഉയരം കുറഞ്ഞ പയറ് ചെടിയും തമ്മിൽ വർഗസങ്കരണം നടത്തിയപ്പോഴുണ്ടായത് ഉയരം കൂടിയ പയറ് ചെടിയാണ് അല്ലേ. അതാണ് കാണിച്ചിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഒന്നാം തലമുറയിൽ ചില ഗുണങ്ങൾ പ്രകടമാകുകയും ചില ഗുണങ്ങൾ മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഉയരം കൂടിയത് എന്നുള്ള സ്വഭാവമാണ് ഇവിടെ പ്രകടമായത്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് പ്രകട ഗുണം. ഒന്നാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ട ഗുണത്തെ പ്രകട ഗുണമെന്നും, ഒരെണ്ണം മറഞ്ഞിരുന്നല്ലേ, ഉയരക്കുറവെന്നുള്ളത് മറഞ്ഞിരുന്നു. അപ്പോൾ മറഞ്ഞിരിക്കുന്നതിന് ഗുപ്ത ഗുണമെന്നും പറയുന്നു. മനസ്സിലായോ? ഒന്നാം തലമുറയിൽ പ്രകടമായതിന് പ്രകട ഗുണമെന്നും മറഞ്ഞിരിക്കുന്നതിന് ഗുപ്ത ഗുണമെന്നും പറയുന്നു. അപ്പോൾ ഇനി അടുത്തൊരു ഇതാണ് ജീനുകളും അല്ലീലുകളും. എന്താണ് അല്ലീല്, എന്താണ് ജീന്? ജീനുകൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. DNA-യിലുള്ളതാണ് ജീനുകൾ എന്നറിയപ്പെടുന്നത് അല്ലേ. അപ്പം ആദ്യകാലത്തെ പഠനങ്ങളിൽ മനസ്സിലാക്കിയത് മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിൽ എത്തുന്നുണ്ട്. അതെങ്ങനെയാണ്? ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളാണെന്നാണ് ഗ്രിഗർ മെൻഡൽ അനുമാനിച്ചത്. പക്ഷെ അതെന്താണെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല. പക്ഷെ പിന്നീടുള്ള പഠനങ്ങളാണ് അതെന്താണെന്ന് വെച്ചാൽ ന്യൂക്ലിയസിലെ ക്രോമസോമുകളിൽ കാണപ്പെടുന്ന ജീനുകളാണെന്ന് പിന്നീടുള്ള പഠനങ്ങൾ കണ്ടെത്തി. അപ്പോൾ ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് 2 തരങ്ങളുണ്ട്. അതിനെയാണ് അല്ലീലുകൾ എന്നറിയപ്പെടുന്നത്. എന്താണ്? ഒരു സ്വഭാവം, ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണ് ഉയരം
അല്ലേ? ഉയരം എന്നുള്ള ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് 2 തരങ്ങളുണ്ട്. ഏതൊക്കെയായിരിക്കും? ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും. അപ്പോൾ അതിനെയാണ് അല്ലീലുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉയരമാണ് നമ്മൾ ഒരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജീനിന് 2 അല്ലീലുണ്ട്. ഒരു അല്ലീൽ ഉയരം കൂടിയതെന്നും ഒരല്ലീൽ എന്തായിരിക്കും? ഉയരം കുറഞ്ഞതെന്നും. അതിനെയാണ് അല്ലീലുകൾ എന്നറിയപ്പെടുന്നത്. അതായത് ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിൻ്റെ 2 തരങ്ങൾ, അതിനെയാണ് അല്ലീലുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാണ് കൺക്ലൂഷൻ. അതായത് ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഉയരം എന്നുള്ള സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന 2 എണ്ണം. ഉയരം കൂടുതലും ഉണ്ട്, ഉയരം കുറഞ്ഞതുകൊണ്ട്. അതാണ് 2 ഘടകങ്ങൾ ചേർന്നാണ്. അടുത്തത്, 1ാം തലമുറയിലെ സന്താനങ്ങളിൽ ഒരു ഗുണം പ്രകടമാകുകയും മറ്റേ ഗുണം മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ പരീക്ഷണത്തിൽ നമ്മൾക്ക് എന്താണ്? ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതുമായ പയറുചെടിയാണ് വർഗ്ഗസംകരണം നടത്തിയത്. പക്ഷെ ഉണ്ടായത് എങ്ങനെ? ഉയരം കൂടിയതായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ ഒരു ഗുണം പ്രകടം, അതാണ് പറഞ്ഞത്. 1ാം തലമുറയിൽ സന്താനങ്ങൾ ഒരു ഗുണം പ്രകടമാകുകയും മറ്റേ ഗുണം മറിഞ്ഞിരിക്കുകയും ചെയ്തു. ഇനി 1ാം തലമുറയിൽ മറിഞ്ഞിരിക്കുന്ന ഗുണങ്ങളെല്ലാം 2ാം തലമുറയിൽ പിന്നെ അദ്ദേഹം വർഗ്ഗസംകരണം നടത്തി. 2ാം തലമുറയിൽ എല്ലാം പ്രകടമാകും. അപ്പോൾ 2ാം തലമുറയിൽ പ്രകടമായതും മറഞ്ഞിരിക്കുന്നതുമായ ഗുണങ്ങളുടെ അനുപാതം എന്ന് വെച്ചാൽ 3:1 ആണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. 3:1 എന്താണ്? 2ാം തലമുറയിൽ പ്രകടമായതും മറിഞ്ഞിരിക്കുന്നത് 3 എണ്ണം. അപ്പോൾ ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും ആണെങ്കിൽ 3 ഉയരം കൂടിയതും 1 ഉയരം കുറഞ്ഞതുമായിരിക്കും. അങ്ങനെ അതൊന്ന് ഓർത്തിരിക്കുക. 3:1 എന്നുള്ള അനുപാതമാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, പയറുചെടിയെ നടത്തിയപ്പോൾ എങ്ങനെയുണ്ട്? ഉയരം കൂടിയതുണ്ടായി. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഉയരം അതിൻ്റെ തന്നെ 2 എണ്ണം, ഒരേ സസ്യത്തിൻ്റെ തന്നെ 2 എണ്ണം തമ്മിൽ സ്വപരാഗണം നടത്തി. അപ്പോൾ ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ഉയരം കൂടിയതും 1 ഉയരം കുറഞ്ഞതുമാണ് ഉണ്ടായത്. അപ്പോൾ അതാണ് 3:1 എന്ന് പറയുന്നത്. മനസ്സിലായോ? 1ാം തലമുറയിൽ എന്തെങ്ങനെ ചെയ്തത്? ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും തമ്മിൽ വർഗ്ഗസംകരണം നടന്നപ്പോൾ ഉയരം കൂടിയ ചെടി ഉണ്ടായി. അങ്ങനെ ഉയരം കൂടിയ 2 ചെടികൾ തമ്മിൽ അദ്ദേഹം പിന്നെ വർഗ്ഗസംകരണം നടത്തി. അപ്പോൾ ഉണ്ടായത് 1ാം തലമുറയിലെ സസ്യത്തിന് വീണ്ടും സ്വപരാഗണം നടത്തിയപ്പോഴുണ്ടായത് 3 ഉയരം കൂടിയതും 1 ഉയരം കുറഞ്ഞതും. അതാണ് 3:1 എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു, ഈ ഗ്രിഗർ മെൻഡലിൻ്റെ അനുമാനങ്ങളൊക്കെ ആദ്യം ശാസ്ത്രലോകം അംഗീകരിച്ചില്ല. പക്ഷെ അതിനുശേഷം കാൾ കോറൻസ്, എറിക് ഷെർമാർക്ക്, ഹ്യൂഗോ ഡീവ്രിസ് അങ്ങനെ ശാസ്ത്രജ്ഞന്മാർ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളും നിഗമനങ്ങളൊക്കെ അവയുടെ ശ്രദ്ധയിൽപ്പെട്ടതും ഇദ്ദേഹത്തിൻ്റെ അനുമാനങ്ങൾ ശാസ്ത്രലോകം അംഗീകരിക്കുകയും ചെയ്തത്. അങ്ങനെ 1900-ലാണ് മെൻഡലിൻ്റെ അനുമാനങ്ങൾ നിയമങ്ങളായിട്ട് പുനരാവിഷ്കരിച്ചത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കളരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നത് കൊണ്ടാണ് സന്താനങ്ങളിൽ വ്യതിയാനങ്ങൾ രൂപപ്പെടുന്നതെന്നാണ് മെൻഡൽ വിശദീകരിച്ചത്. ഓക്കെ, ഇനി അതിനുശേഷം പിന്നീട് ഈ പാരമ്പര്യ സ്വഭാവങ്ങളുടെ പ്രേഷണത്തിന് കാരണം ഗ്രിഗർ മെൻഡൽ വിശേഷിപ്പിച്ച ഘടകങ്ങളുടെ യഥാർത്ഥ രൂപമോ സവിശേഷതയോ ഒന്നും 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് കണ്ടെത്താൻ പറ്റിയില്ല. എന്താണെന്നുള്ളത് അതിന് പിന്നീടാണ് അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. അതിന് കാരണം ആരാണ്? DNA, ഡിയോക്സി റൈബോന്യൂക്ലിയസ് ആസിഡ് എന്നുള്ള തന്മാത്രയാണെന്ന് പിന്നീട് കണ്ടെത്തി. അങ്ങനെ DNA കണ്ടെത്തിയത് ആരാണ് നമ്മൾ പറയാൻ പോകുന്നത്? 1953 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്ക് എന്നീ ശാസ്ത്രജ്ഞന്മാരാണ് DNA-യുടെ ഗോവിണി മാതൃക അവതരിപ്പിച്ചത്. അങ്ങനെ ആ ഒരു സംഭാവനയ്ക്ക് അവർക്ക് നോബൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. അത് 1962 ഇവർക്ക് എന്ത് ചെയ്തു? നോബൽ സമ്മാനം ലഭിച്ചു. അപ്പോൾ DNA-യുടെ ചുറ്റുഗോവിണി മാതൃക അവതരിപ്പിച്ചത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കാണ് 1953. DNA-യുടെ ഫുൾ ഫോം എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ ഈ ചുറ്റുഗോവിണി മാതൃക പ്രകാരം DNA തന്മാത്രയ്ക്ക് 2 ഇഴകളുണ്ട്. അതായത് 2 ഇഴ എന്ന് വെച്ചാൽ ഒരു പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നുള്ള 2 ഇഴകളും അതിന് നടുക്കൂടി നൈട്രജൻ ബേസുള്ള പടികളുമാണ്. പടം കാണിച്ചിരിക്കുന്നുണ്ടോ? ആ ഇഴകൾ കാണിച്ചിരിക്കുന്നത് പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നുള്ള ഇഴകളും, നടുക്കത്തെ ആ പടികൾ കാണിച്ചിരിക്കുന്ന നൈട്രജൻ ബേസുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ DNA-യിലുള്ള നൈട്രജൻ ബേസുകൾ അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. എന്താണ്? അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. മാറിപ്പോവരുത്, അടുത്ത RNA വരുമ്പോൾ അതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്രയാണ് DNA-യിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഇതിൻ്റെ മാതൃക അവതരിപ്പിച്ചത്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. അത് ഓർത്തിരിക്കുക. അതിനവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത് എന്നാണ്? 1962 ഓർത്തിരിക്കുക. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഈ DNA-യിലെ ഡിയോക്സി റൈബോ പഞ്ചസാരയാണുള്ളത് അല്ലേ? നൈട്രജൻ അടങ്ങിയതും ക്ഷാര സ്വഭാവമുള്ള തന്മാത്രകളാണ് നൈട്രജൻ ബേസുകൾ എന്നുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞ 4 എണ്ണം. എത്ര? 4 ന്യൂക്ലിയോറ്റൈഡാണ് ഉള്ളത്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പോൾ ഇവർ ഈ പരീക്ഷണങ്ങൾ നടത്തിയതിനൊരു അടിസ്ഥാനമുണ്ട്. ഇതിന് തൊട്ട് മുമ്പ്
റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ. ആരാണ്? റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞ എക്സ് കിരണങ്ങൾ ഉപയോഗിച്ച് DNA-യുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രം എടുത്തായിരുന്നു. അത് ഇവർ കാണാനിടയാകുകയും അതിലൂടെയാണ് ഇവർക്ക് ഈ നിഗമനങ്ങളൊക്കെ എത്തിച്ചേരാൻ സാധിച്ചത്. അപ്പോൾ ഇവരുടെ പഠനങ്ങളെ സഹായിച്ചിരുന്ന മറ്റൊരു ശാസ്ത്രജ്ഞയാണ് ആര്? റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ. അവരെന്താ ചെയ്തേ? അവർ DNA-യുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ നടത്തിയ ചിത്രം ഇവർ കാണാനിടയായി. പേരെടുത്തിരിക്കുന്നത് കേട്ടോ, റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്തത്, ഇവർക്ക് അത് ഈ മാതൃകയാണ് അവർ എന്ത് ചെയ്ത് അവരുടെ DNA ചുറ്റുകോവിനെ മാതൃകയ്ക്ക് അടിസ്ഥാനമാക്കിയത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് RNA ആണ്. RNA-യുടെ ഫുൾ ഫോം എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇതിൽ വ്യത്യാസം എന്ന് വെച്ചാൽ DNA പോലെ തന്നെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് RNA എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ന്യൂക്ലിയോറ്റൈഡുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരെണ്ണം വ്യത്യാസമുണ്ട്. നമ്മൾ പറഞ്ഞത് എന്താണ്? DNA-യിൽ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നാണ്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേനും അഡിനിൻ, തൈമിന് പകരം യുറാസിൻ ആണ് കേട്ടോ. തൈമിന് പകരം യുറാസിൻ ആണ്. ബാക്കിയൊക്കെ സെയിം തന്നെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവർ നമ്മുടെ പ്രവർത്തിക്കുന്നതെന്നാണ്. ഇവിടെ പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DNA എന്താണ്? പ്രോട്ടീൻ നിർമ്മാണത്തിലാണ് സഹായിക്കുന്നത് അല്ലേ. പക്ഷേ DNA നേരിട്ട് പ്രോട്ടീൻ നിർമ്മാണത്തിൽ സഹായിക്കുകയല്ല. അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? RNA-യുടെ സഹായത്തോടെയാണ് നടത്തുന്നത്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ DNA-യിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സന്ദേശം ഉണ്ടെങ്കിൽ അത് RNA ആണ് റൈബോസോമുകളിലെത്തി പ്രോട്ടീൻ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ സന്ദേശവാഹകരാണ്, DNA-യുടെ സന്ദേശവാഹകരായതുകൊണ്ട് ആ RNA-നെ mRNA എന്ന് പറയും, മെസ്സഞ്ചർ RNA എന്ന് പറയും. അപ്പോൾ DNA പ്രോട്ടീൻ നിർമ്മാണത്തിൽ നേരിട്ട് പങ്കാളികളാവുന്നില്ല. RNA ആണ് DNA-യുടെ സന്ദേശത്തെ റൈബോസോമിൽ എത്തിക്കുന്നത്. അങ്ങനെ എത്തിക്കുന്ന RNA-ക്ക് പറയുന്ന പേരാണ് mRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA എന്ന് പറയും. ഇനി ഈ mRNA കൂടാണ്ട് അമിനോ ആസിഡുകളും റൈബോസോമിൽ എത്തിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയുള്ളതിനെയാണ് tRNA, ട്രാൻസ്ഫർ RNA. അതുപോലെ തന്നെ റൈബോസോമിൻ്റെ ഭാഗമായി തന്നെ കാണപ്പെടുന്ന RNA ആണ് rRNA, റൈബോസോമൽ RNA. അപ്പോൾ ഇവയുടെയൊക്കെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പ്രോട്ടീൻ തന്മാത്ര രൂപപ്പെടുന്നത്. അപ്പോൾ RNA തന്നെ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു: mRNA, tRNA, rRNA. mRNA എന്താണ്? DNA-യുടെ സന്ദേശം റൈബോസോമുകളിൽ എത്തിക്കുന്നതാണ് mRNA, മെസ്സഞ്ചർ RNA. പിന്നെ tRNA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ mRNA കൂടാണ്ട് അമിനോ ആസിഡുകളും റൈബോസോമിൽ എത്തുന്നുണ്ട്, അതാണ് tRNA, ട്രാൻസ്ഫർ RNA. ഇനി rRNA എന്ന് പറഞ്ഞാൽ റൈബോസോമിൽ തന്നെ കാണപ്പെടുന്ന RNA ആണ് എന്ത്? rRNA, റൈബോസോമൽ RNA. അപ്പോൾ ഇവയുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടീൻ തന്മാത്രകൾ രൂപപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പടം കാണിച്ചിരിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ്? കോശത്തിലെ ന്യൂക്ലിയസിനുള്ളിലാണ് ആരുള്ള? ക്രോമസോമിനുള്ളിലാണ് DNA ഉള്ളത്. ജസ്റ്റ് അതിൻ്റെ ഒരു പടം ഒന്ന് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, DNA നേരിട്ട് പങ്കെടുക്കുന്നില്ല പ്രോട്ടീൻ നിർമ്മാണത്തിൽ, RNA വഴിയാണ്, RNA-യിലൂടെയാണ് സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്ന് വെച്ചാൽ മതി. 3 RNA ഓർത്തിരിക്കുക. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന മനുഷ്യരിലെ ക്രോമസോമുകൾ എങ്ങനെയൊക്കെയാണ്. മനുഷ്യരിൽ എത്ര ക്രോമസോമാണുള്ളത്? എത്രയുണ്ട്? 46 ക്രോമസോമാണ്, അല്ലെങ്കിൽ 23 ജോഡി ക്രോമസോമുകളാണ് മനുഷ്യനിലുള്ളത്. ഇതിന് മുമ്പ് PSC ചോദിച്ചിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ 60 എണ്ണം ചോദിക്കുകയാണെങ്കിൽ 46 എണ്ണവും, ഇപ്പോൾ ജോഡി വെച്ചാണെങ്കിൽ 23 ജോഡി. ഈ 46 ക്രോമസോമിൽ 44 എണ്ണം സ്വരൂപ ക്രോമസോമുകളെന്നും 44 സ്വരൂപ ക്രോമസോമുകളെന്നും ബാക്കി 2 എണ്ണം ലിംഗനിർണയ ക്രോമസോമുകളുമാണ്. അപ്പോൾ സ്വരൂപ ക്രോമസോമുകൾ എത്ര എണ്ണം ഉണ്ട്? 44. സെക്സ് ക്രോമസോം എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. ഓക്കെ, അപ്പോൾ ഒരേപോലെ 2 ക്രോമസോമുകൾ ചേർന്നാണ് എന്ത്? ഒരു സ്വരൂപ ജോഡി. അപ്പോൾ ഒരു സ്വരൂപ ജോഡി എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 22 ജോഡി ആയിരിക്കും. 22 ജോഡി സ്വരൂപ ക്രോമസോമുകളാണ് മനുഷ്യനിലുള്ളത്. ഇനി ഇതിനകത്ത് ഒരു സ്ത്രീയുടെ ജനിതക ഘടന എന്ന് പറഞ്ഞാൽ 44+XX എന്നായിരിക്കും. X ക്രോമസോമും Y ക്രോമസോമും ഉണ്ട്, ലിംഗനിർണയ ക്രോമസോമുകൾ. അതിൽ സ്ത്രീയുടെ ജനിതക ഘടനയാണെങ്കിൽ 44+XX എന്നും, പുരുഷന്മാരിലാണെങ്കിൽ 44+XY എന്നുമായിരിക്കും. XY എന്നുമായിരിക്കും വരുന്നത്. അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇനി അടുത്തത്, ഈ ക്രോമസോമുകളുടെ തകരാറ് മൂലം ചില രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ക്രോമസോമുകളുടെ നമ്പറിൽ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു നമ്പറിലെ ജീനിൻ്റെ വ്യത്യാസം കാരണം. ഇനിയിപ്പം നമ്മുടെ ഈ മനുഷ്യരിലെ ക്രോമസോം നമ്പർ 11 ജീനിൻ്റെ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകുന്നു. ഏതാണ്? ക്രോമസോം നമ്പർ 11 ജീനിൻ്റെ തകരാറ് മൂലമാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നത്.
അതുപോലെ തന്നെ ക്രോമസോം നമ്പർ 14 ജീനിൻ്റെ തകരാറാണെങ്കിൽ അത് അൾഷിമേഴ്സിന് കാരണമാകുന്നു. അൾഷിമേഴ്സിന് കാരണം ഏതാണ്? 14 ജീനിൻ്റെ തകരാറ്. ഓക്കെ. അതുപോലെ തന്നെ ക്രോമസോം നമ്പർ 9 ജീനിൻ്റെ തകരാറാണെങ്കിൽ ത്വക്ക് ക്യാൻസർ ആയിട്ടുള്ള മെലനോമയ്ക്ക് കാരണമാകുന്നു. ഇതിനാണ് മെലനോമ. അപ്പോൾ 3 പറഞ്ഞത്. 11 ആണെങ്കിൽ സിക്കിൾ സെൽ അനീമിയ, പിന്നെ 14 ആണെങ്കിൽ അൾഷിമേഴ്സ് രോഗം. ഇനി ക്രോമസോം നമ്പർ 9 ജീനിൻ്റെ തകരാറാണെങ്കിൽ ഏതാണ്? മെലനോമ രോഗത്തിനും കാരണമാകുന്നു. അത് പഠിക്കണം കേട്ടോ, ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അത്ര ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ക്രോമസോം മുറിഞ്ഞു മാറൽ. നമുക്കറിയാം ലൈംഗിക പ്രത്യുൽപാദനത്തിൽ നടക്കുന്ന കോശവിഭജനം 2 തരത്തിൽ നമുക്കറിയാം. എന്താണ്? ഊനഭംഗമുണ്ട്, ക്രമഭംഗമുണ്ട്. അപ്പോൾ ഈ ഊനഭംഗത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ ഈ ക്രോമസോം ജോഡികൾ ചേർന്ന് ക്രോമസോമിൻ്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നുണ്ട്. ഈ ഒരു പ്രവർത്തനത്തെയാണ് ക്രോമസോം മുറിച്ചു മാറ്റൽ എന്ന് പറയുന്നത്, മുറിഞ്ഞു മാറൽ എന്ന് പറയുന്നത്. ഇനി പഠിക്കും നമ്മൾ ഊനഭംഗവും ക്രമഭംഗവും ഒക്കെ പഠിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. അതിൻ്റെ പാഠമാണ് 3 കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തൊരു പോയിന്റാണ് ബീജസംയോഗം. അതായത് മാതാപിതാക്കളുടെ ക്രോമസോമുകൾ ബീജകോശങ്ങളിലൂടെയാണ് സന്താനങ്ങളിൽ എത്തുന്നത് നമുക്ക് മനസ്സിലായ അല്ലേ. അപ്പോൾ ഈ ബീജകോശങ്ങൾ സംയോജിക്കുമ്പോൾ അല്ലീൽ ചേർച്ചയിൽ വ്യത്യാസമുണ്ടാകുന്നു. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് രൂപപ്പെടുന്നു. അതുകൊണ്ട് അടുത്ത തലമുറയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതിന് എന്ത് കാരണമാകുന്നു? ബീജസംയോഗമാണ് കാരണമാകുന്നു. ജസ്റ്റ് ഓർത്തിരുന്ന ബീജസംയോഗം. ഇനി ഉൽപരിവർത്തനം, നമ്മൾ ഇനി പറയുന്നത് ഉൽപരിവർത്തനം എന്താണെന്ന് ജസ്റ്റ് എന്താണെന്ന് ഓർത്തിരിക്കുക. ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളെയാണ് ഉൽപരിവർത്തനം അല്ലെങ്കിൽ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അത് കാരണമാകുന്ന ഇതാണ് DNA ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന തകരാറുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും രാസവസ്തുക്കൾ, വികിരണങ്ങൾ, അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഉൽപരിവർത്തനത്തിന് കാരണമാകുന്നത്. അത് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നുണ്ട്, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി അടുത്തതാണ് ലിംഗനിർണയം. ഒരു കുട്ടി ആണോ പെണ്ണോ എന്ന് നിർണ്ണയിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നോക്കിയേ, ആദ്യം കാണിച്ചിരിക്കുന്ന സ്ത്രീയുടെ ക്രോമസോം സംഖ്യ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്? 44+XX എന്നായിരിക്കും. പുരുഷൻ്റെ ആണെങ്കിൽ 44+XY എന്നായിരിക്കും. അപ്പം ജനിക്കുന്ന കുട്ടി ഇപ്പം XX എന്നാണെങ്കിൽ അതെന്തായിരിക്കും? അത് പെൺകുട്ടിയും. XY എന്നാണെങ്കിൽ അതെന്തായിരിക്കും? ആൺകുട്ടിയും ആയിരിക്കും. അപ്പോൾ XS ലിംഗക്രോമസോമുകളുള്ള ശിശു പെൺകുട്ടിയും XY ലിംഗക്രോമസോമുകളുള്ള കുട്ടി എന്തായിരിക്കും? ആൺകുട്ടിയുമായിരിക്കും. അതെങ്ങനെയാണെന്ന് ആ പടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ. ഇനി അടുത്ത ഒരു പോയിന്റാണ് നിറവ്യത്യാസം. നമുക്കറിയാമല്ലേ, പല രാജ്യത്തുള്ള ആൾക്കാർക്ക് പല കളത്തിലുള്ള നിറമാണ്. കറുപ്പും പിന്നെ വെള്ളയും തന്നെ പല കളത്തിലുള്ള നിറമാണ്. അതിനെന്താ കാരണം? മെലാനിൻ എന്ന വർണ്ണക പ്രോട്ടീനാണ് ത്വക്കിന് നിറം കൊടുക്കുന്നത്. അപ്പം ത്വക്കിന് നിറം നൽകുന്ന ജീനുകളുടെ അല്ലീലുള്ള പ്രവർത്തനത്തിൽ വ്യത്യാസം മൂലമാണ് മെലാനിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും, ത്വക്കിന് നിറവ്യത്യാസം ഉണ്ടാകുകയും പറയുന്നു. നമ്മൾ പറഞ്ഞു അല്ലീൽ എന്താന്ന് പറഞ്ഞാൽ ഒരു സ്വഭാവത്തിന് തന്നെ ജീനിൻ്റെ 2 തരമാണ് അല്ലീൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ അല്ലീലുകളിലെ പ്രവർത്തനത്തിലെ വ്യത്യാസം മൂലം മെലാനിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് മനുഷ്യരിലെ നിറവ്യത്യാസത്തിന് കാരണം. എവിടെയുള്ള അല്ലീലാണ്? മെലാനിൻ എന്ന പ്രോട്ടീൻ്റെ നിർമ്മാണത്തിലുള്ളത് കേട്ടോ. അതാണ് പല നിറത്തിലുള്ള ആൾക്കാർ കാണപ്പെടുന്നത് പല സ്ഥലങ്ങളിലും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിച്ചത്. എന്താണ് ജനിതക ശാസ്ത്രം എന്ന് പറഞ്ഞു, ഗ്രിഗർ മെൻഡലിനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പരീക്ഷണം പറഞ്ഞു, പിന്നെ DNA RNA കണ്ടുപിടിച്ചതിനെ പറ്റി പറഞ്ഞു, ആരാണെന്ന് പറഞ്ഞു, അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ പറഞ്ഞു, DNA എന്തൊക്കെയുണ്ട്, RNA എന്താ തൈമിന് പകരം യുറാസിനാണെന്ന് പറഞ്ഞു അല്ലേ. എങ്ങനെയാണ് നമ്മൾ ഒരു ഇവരുടെ പ്രവർത്തനം, DNA പ്രവർത്തനം എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി അതിലേതെങ്കിലും തകരാറ് സംഭവിച്ചാൽ എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പിന്നെ മനുഷ്യരിലെ ക്രോമസോം സംഖ്യ എത്രയാണെന്ന് പറഞ്ഞു. അതിലെങ്ങനെ ലിംഗനിർണ്ണയം നടക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. കുഞ്ഞു പോയിന്റേ ഉള്ളൂ, എന്നാലും അത് PSC ചോദിക്കുന്നതാണ്. അതാ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പോൾ ആ ജനിതക ശാസ്ത്രത്തിൻ്റെ ആദ്യത്തെ ആ ഒരു പാട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ആണ്. കുഞ്ഞു പോയിന്റുകളാണ്, പക്ഷെ ചോദിച്ചിട്ടുള്ളതാണ്. അതിലൊന്നാമത്തതാണ് ജനിതക എഞ്ചിനീയറിംഗ്. ജനിതക എഞ്ചിനീയറിംഗ് മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ് ജൈവ സാങ്കേതിക വിദ്യ? അതായത് ജനിതക വസ്തുക്കളിൽ മാറ്റം വരുത്തി അഭിലഷണീയമായ ഗുണങ്ങളുള്ള ജീവികളെ സൃഷ്ടിക്കുന്ന തരത്തിൽ ശാസ്ത്രം ഇപ്പോൾ വളർന്നിട്ടുണ്ട്. അങ്ങനെ സൂക്ഷ്മജീവികളെയും ജൈവ പ്രക്രിയകളെയും മനുഷ്യൻ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനെയാണ് ജൈവ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. എന്താണ്? സൂക്ഷ്മജീവികളെയും ജൈവ പ്രവർത്തനങ്ങളെയും വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെയാണ് ജൈവ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ബയോടെക്നോളജി എന്ന് പറയുന്നത്.
ഇനി അടുത്ത അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും എന്താണ് ജനിതക എഞ്ചിനീയറിങ്. ജനിതക എഞ്ചിനീയറിങ് വേറൊന്നുമല്ല, ഈ ജൈവ സാങ്കേതിക വിദ്യയിലെ പരമ്പരാഗത രീതികളെ അവിടെ പരമ്പരാഗത രീതികളാണ് എന്തൊക്കെ, അതായത് ഈസ്റ്റ് പൂപ്പൽ വിഭാഗത്തിൽപ്പെട്ട ജീവികളെ റൊട്ടിയിൽ പോലുള്ള ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു അല്ലേ, പണ്ട് കാലത്ത് BC ഒരു 400 ആ ഒരു റേഞ്ച്, ആ ഒരു സമയത്തൊക്കെ. അതുപോലെ തന്നെ പഞ്ചസാരയെ ആൽക്കഹോളാക്കി മാറ്റാൻ പൂപ്പലുകൾക്കും ബാക്ടീരിയകൾക്കുമുള്ള കഴിവിനെ വീഞ്ഞും അപ്പവും കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പ്രയോജനപ്പെടും. അതൊക്കെ പുരാതന കാലത്തെ ബയോടെക്നോളജിയുടെ രീതികളാണ്. എന്നാൽ ജൈവ സാങ്കേതിക വിദ്യയുടെ ആധുനിക രൂപത്തിനെയാണ് ജനിതക എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ബയോടെക്നോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സൂക്ഷ്മജീവികളെയൊക്കെ എന്ത് ചെയ്യുന്നു, മനുഷ്യൻ്റെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. പണ്ട് കാലത്ത് അത് ബയോടെക്നോളജി എന്ന് പറയുന്നു, അതിൻ്റെ ആധുനിക രൂപമാണ്. പണ്ട് കാലത്ത് നമ്മൾ അപ്പം ഉണ്ടാക്കാനും വീഞ്ഞും കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ബാക്ടീരിയകളും പൂപ്പലൊക്കെ എടുക്കുമായിരുന്നു. അത് പുരാതന കാലം ഉപയോഗിച്ചിരുന്ന ജൈവ സാങ്കേതിക വിദ്യയാണ്. അതിൻ്റെ ആധുനിക രൂപത്തിനെയാണ് ജനിതക എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ ഉണ്ടെന്ന് ഇൻസുലിൻ വരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ജനിതക എഞ്ചിനീയറിംഗിൽ വന്ന പുതിയ സാങ്കേതിക വിദ്യകളാണ്. അതുപോലെ തന്നെ ജീനുകളെ മുറിച്ചെടുക്കാനും ജീനുകളെ കൂട്ടിച്ചേർക്കാനൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ കഴിയും. അപ്പോൾ അങ്ങനെ ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും ഒക്കെ എന്താണ്, എൻസൈമുകളെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു എൻസൈമാണ് എൻഡോന്യൂക്ലിയസ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്? അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്നതാണ് ജനിതക കത്രിക എന്നറിയപ്പെടുന്നത്. എന്താണ് ജനിതക കത്രിക? അതുപോലെ തന്നെ വിളക്കി ചേർക്കാൻ, ജീനുകളെ കൂട്ടിപ്പിടിപ്പിക്കാൻ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ലിഗേസ് എന്ന എൻസൈം. അതിനറിയപ്പെടുന്ന പേരാണ് ജനിതക പശ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്നതാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും. ഇനി ജീനുകളെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്നതാണ്, അതിനെന്താ ജനിതക കത്രിക എന്നറിയപ്പെടുന്നു. വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്നതാണ് ലിഗേസ്, അതിന് പറയുന്നതാണ് ജനിതക പശ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മനുഷ്യരിലെ ഇൻസുലിൻ ഉൽപാദക ജീനിനെ ബാക്ടീരിയയിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? അതായത് ഒരു കോശത്തിലെ ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുന്നത് അനുയോജ്യമായ വാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് വാഹകർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കൂട്ടിച്ചേർത്ത ജീനുകളുള്ള വാഹകർ ലക്ഷ്യകോശങ്ങളിൽ പ്രവേശിക്കുന്നു. സാധാരണ ബാക്ടീരിയയിലെ പ്ലാസ്മിഡാണ് വാഹകരായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, പ്ലാസ്മിഡ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ജനിതക കത്രിക എന്താണെന്ന് പറഞ്ഞു, ജനിതക പശ എന്താണെന്ന് പറഞ്ഞു, വാഹകർ എന്താണെന്ന്. വാഹകർ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയിലെ പ്ലാസ്മിഡാണ് വാഹകരായിട്ട് ഉപയോഗിക്കുന്നത്. അതുവഴി പുതിയ ജീനുകളെ എന്ത് ചെയ്യുന്നു, ലക്ഷ്യകോശങ്ങളിൽ എത്തിച്ച് ജനിതക ഘടനയുടെ ഭാഗമാകുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറഞ്ഞത്. ജൈവ സാങ്കേതിക വിദ്യ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ആധുനിക രൂപമാണ് ജനിതക എഞ്ചിനീയറിങ്. അത് ഉപയോഗിച്ച് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇൻസുലിനൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ജീൻ മുറിച്ച് മാറ്റൽ, ജീൻ വിളക്കി ചേർക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത ഒരു ഭാഗമാണ് ജീൻ തെറാപ്പി. ഈ ജനിതക എഞ്ചിനീയറിംഗിൻ്റെ തന്നെ സാധ്യതകളാണ് കേട്ടോ. ജീൻ തെറാപ്പി എന്താണ്? ജീൻ തെറാപ്പി ജനിതക രോഗങ്ങളുടെ ചികിത്സയിൽ വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് ഈ ജനിതക എഞ്ചിനീയറിംഗ് സഹായകമായി. രോഗത്തിന് കാരണമായ ജീനുകളെ മാറ്റി പ്രവർത്തനക്ഷമമായ ജീനുകൾ ഉൾപ്പെടുത്തുന്ന ചികിത്സാ രീതിയാണ് ജീൻ ചികിത്സ അല്ലെങ്കിൽ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു രോഗത്തിന് കാരണമായ ജീനിനെ മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, അതിന് പകരം പ്രവർത്തനക്ഷമമായ വേറൊരു ജീനിനെ ഉൾപ്പെടുത്തുന്നു. അതാണ് ജീൻ ചികിത്സ അല്ലെങ്കിൽ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. അതും ജനിതക എഞ്ചിനീയറിംഗിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ അടുത്തതാണ് മനുഷ്യ ജീനോം പദ്ധതി. എന്താണ് മനുഷ്യ ജീനോം പദ്ധതി എന്ന് പറയുന്നത്? മനുഷ്യ ജീനോം പദ്ധതി നമുക്കറിയാം. ഇപ്പോൾ ഒത്തിരി ശാസ്ത്രം പുരോഗമിച്ചെങ്കിലും ചില ജനിതക രോഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ. എന്താണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഓരോ സവിശേഷതയ്ക്കും അടിസ്ഥാനമായ ജീനുകളും അവയുടെ സ്ഥാനവും നമുക്ക് വ്യക്തമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആ പരിമിതി മറികടക്കാനുള്ള ഒരു ഇടപെടലാണ് എന്തെന്ന് പറയുന്നത് മനുഷ്യ ജീനോം പദ്ധതി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ജീൻ മാപ്പിംഗ്. എന്താണ് ജീൻ മാപ്പിംഗ് എന്ന് വെച്ചാൽ ജനിതക രഹസ്യങ്ങൾ കണ്ടെത്താൻ, അതായത് ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്.
എന്താ പറഞ്ഞ്, ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. അതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. അതുപോലെ തന്നെ DNA-യിൽ പ്രോട്ടീൻ നിർമ്മാണത്തിൽ സഹായിക്കുന്ന ജീനുകൾ ഒഴിച്ച് ബാക്കിയുള്ള ജീനുകളൊക്കെ എന്താണ്, പ്രവർത്തനക്ഷമമല്ല. അവയെ പറഞ്ഞ പേരാണ് ജങ്ക് ജീനുകൾ. പ്രോട്ടീൻ നിർമ്മാണത്തിൽ സഹായിക്കുന്ന ജീനുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം പ്രവർത്തനക്ഷമമല്ല. അങ്ങനെയുള്ള പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളെ പറയുന്ന പേരാണ് ജങ്ക് ജീനുകൾ. ഓക്കെ, അത് ഓർത്തിരിക്കുക, ജങ്ക് ജീനുകൾ. ഇനി ഇതുപോലെ തന്നെ അടുത്തൊരു പോയിന്റാണ്, ഇപ്പം ഈ മനുഷ്യ ജീനോം പദ്ധതിയുടെ ഭാഗമായിട്ട് കണ്ടെത്തിയ കുറച്ച് പോയിന്റ്സ് ആണ്. എന്താണ്, മനുഷ്യ ജീനോമിൽ ഏകദേശം 24,000 സജീവ ജീനുകളുണ്ട്. മനുഷ്യ DNA-യുടെ ഭൂരിഭാഗവും എന്താണ്, ജങ്ക് ജീൻ നമ്മൾ എന്താണെന്ന് പറഞ്ഞല്ലേ, അതായത് പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളാണ്. അതുപോലെ മനുഷ്യർ തമ്മിൽ 0.2% മാത്രമാണ് DNA-യിലെ വ്യത്യാസം. മനുഷ്യ ജീനോമിൽ 200ഓളം ജീനുകൾ എന്തിൻ്റെയാണ്, ബാക്ടീരിയയുടേതിന് സമാനമാണ്. ഇതൊക്കെ ഈ ഒരു ജീനോം പദ്ധതിയുടെ ഭാഗമായിട്ട് കണ്ടെത്തിയ വിവരങ്ങളാണ്. അപ്പോൾ അതും കൂടി അതിനകത്തൂടെ കൂട്ടി പഠിക്കണം കേട്ടോ. അപ്പോൾ എന്താണ് ജീൻ മാപ്പിംഗ് എന്ന് പറഞ്ഞ് DNA-യിൽ ആ സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം കണ്ടെത്തുന്നത്, അത് പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ അത് ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ ഈ രോഗചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ചില പ്രോട്ടീനുകളും ഈ ഒരു ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്തൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ പറയുന്നത് ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെ. അതിലൊന്നാമത്താണ് ഇന്റർഫെറോണുകൾ വൈറൽ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈറൽ രോഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോട്ടീനാണ് ഇത് ഇന്റർഫെറോണുകൾ എന്ന് പറയുന്നത്. അത് ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ വികസിപ്പിച്ചെടുത്തതാണ്. അടുത്തതാണ് ഇൻസുലിൻ. ഇൻസുലിൻ അറിയാമല്ലോ, എന്തിനാ, പ്രമേഹത്തിന് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തതാണ് എൻഡോർഫിന് വേദനയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ്. എന്താണ് എന്തിനുപയോഗിക്കുന്നതാണ്, വേദനയ്ക്ക്. ഇനി അടുത്തതാണ് വളർച്ചാ വൈകല്യങ്ങൾ പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടീൻ, ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ് സൊമാറ്റോട്രോപ്പിൻ. അപ്പോൾ ഇതൊക്കെ ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോട്ടീനുകളാണ്, രോഗചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീനുകളാണ്. എന്തൊക്കെയാണ്, ഇന്റർഫെറോണുകൾ, ഇൻസുലിൻ, എൻഡോർഫിൻ, സൊമാറ്റോട്രോപ്പിൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീനുകളും ജനിതക സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഒരു പോയിന്റാണ് എന്താണ്, DNA ഫിംഗർ പ്രിന്റ്. എന്താണ് DNA ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്നത്? അതായത് ന്യൂക്ലിയോറ്റൈഡ് നമ്മൾ പറഞ്ഞല്ലേ, DNA-യിലും RNA-യിലും ന്യൂക്ലിയോറ്റൈഡ് ഉണ്ടെന്ന് പറയുന്നു. ആ ന്യൂക്ലിയോറ്റൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത്. അത് ആരാണ് കണ്ടുപിടിച്ചെന്ന് ചോദിച്ചിട്ടുണ്ട്. അലക് ജെഫ്രി എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ്. എന്താണ്, അലക് ജെഫ്രി. 1984 അലക് ജെഫ്രി എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് DNA ഫിംഗർ പ്രിന്റ് കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ലേ, ന്യൂക്ലിയോറ്റൈഡുകളുടെ ക്രമീകരണം നമ്മൾ പറഞ്ഞു. DNA-യിൽ ന്യൂക്ലിയോറ്റൈഡ് 4 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, DNA അനലൈസ് ചെയ്യാൻ പറ്റും. മാതാപിതാക്കൾ ചിലപ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ കാണത്തില്ലേ, കുറേ നാളുകൾക്ക് ശേഷം DNA പരിശോധനയിലുള്ള കുട്ടിയെ തിരിച്ചു കിട്ടി എന്നൊക്കെ പറയത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. DNA പരിശോധന എന്ന് പറയുമ്പോൾ ഈ ന്യൂക്ലിയോറ്റൈഡുകളുടെ ക്രമീകരണമാണ് എന്ത് ചെയ്യുന്നത്, പരിശോധിക്കുന്നത്. അതാണ് DNA പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു പേരും കൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ, DNA ഫിംഗർ പ്രിന്റ് എന്ന് അറിയപ്പെടുന്നത്. DNA പ്രൊഫൈലിംഗ് അല്ലെങ്കിൽ DNA ഫിംഗർ പ്രിന്റ്, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ന്യൂക്ലിയോറ്റൈഡുകളുടെ ക്രമീകരണം ഉണ്ടല്ലോ, ഈ അടുത്ത ബന്ധുക്കൾ തമ്മിൽ എന്തായിരിക്കും, സമാനതയായിരിക്കും. ഏറ്റവും സമാനത അടുത്ത ബന്ധുക്കൾ തമ്മിലായിരിക്കും. അതിനാലാണ് കുടുംബ പാരമ്പര്യം കണ്ടെത്താനും അതുപോലെ തന്നെ പിതൃത്വ തർക്കങ്ങളിൽ യഥാർത്ഥ മാതാപിതാക്കളെ തിരിച്ചറിയാനും പിന്നെ പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ യുദ്ധം കാരണങ്ങളാൽ നഷ്ടപ്പെട്ടവരെ കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്താനൊക്കെ ഈ DNA പ്രൊഫൈലിംഗ് സഹായിക്കുന്നത്. ആ ന്യൂക്ലിയോറ്റൈഡ് ക്രമീകരണം അടുത്ത ബന്ധുക്കൾക്ക് എന്തായിരിക്കും, സമാനത ഉണ്ടാവും. ഓക്കെ, അങ്ങനെ. അതുപോലെ തന്നെ ഇത് അല്ലാത്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. കൊലപാതകം, മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന ത്വക്കിൻ്റെ ഭാഗം അല്ലെങ്കിൽ മുടി അല്ലെങ്കിൽ നഖം, രക്തം, ശരീരദ്രവങ്ങൾ അവയിലെ DNA-യും സംശയിക്കപ്പെടുന്ന DNA-യുമായിട്ട് താരതമ്യം ചെയ്ത് അങ്ങനെ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം എന്താണ് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു സംഭവമാണ് DNA ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ DNA പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത്. കണ്ടെടുത്തിയതാണ് അലക് ജെഫ്രിയാണ് 1984. അപ്പോൾ അത്രയും ഓർത്തിരിക്കുക. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു
ഭാഗത്ത് ഡിസ്കസ് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. കുഞ്ഞു കുഞ്ഞു പോയിൻ്റാണ്, പക്ഷെ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് ജനിതക സാങ്കേതിക വിദ്യയുടെ ആപ്ലിക്കേഷൻസ് ആണ്. അതിലൊന്നാമത്തെ നമ്മൾ പറഞ്ഞു ജനിതക എഞ്ചിനീയറിങ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ജീനുകൾ കൂട്ടിച്ചേർക്കൽ, ജീനുകൾ മുറിച്ച് മാറ്റൽ, പിന്നെ പറഞ്ഞത് ജീൻ തെറാപ്പി അല്ലേ, ജീൻ തെറാപ്പീനെ പറ്റി പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്, മനുഷ്യ ജീനോം പദ്ധതിനെ പറ്റി പറഞ്ഞു, ജീൻ മാപ്പിംഗ് എന്താന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഈ ജനിതക എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് പല പ്രോട്ടീനുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചാണ്. എങ്ങനെയാണ് ജീവൻ ഉണ്ടായതിനെ പറ്റിയുള്ള പല വാദങ്ങളും ഉണ്ട്. അതിൽ ആദ്യം പറഞ്ഞിരുന്ന ഒരു വാദമാണ് പാൻസ്പെർമിയ പരികൽപ്പന, പാൻസ്പെർമിയ സിദ്ധാന്തം. അതനുസരിച്ച് അത് പറയുന്നത് പ്രപഞ്ചത്തിൽ വേറെ ഏതോ ഗോളങ്ങളിൽ എവിടെയോ ജീവൻ ഉത്ഭവിച്ചിട്ട് ആകസ്മികമായി ഭൂമിയിലെത്തിയതാണെന്നാണ് ഈ പാൻസ്പെർമിയ സിദ്ധാന്തം പറയുന്നത്. എങ്ങനെയാണ്, വേറെ ഏതോ പ്രപഞ്ചത്തിലെ വേറെ ഏതോ ഗോളങ്ങളിൽ ജീവൻ ഉത്ഭവിച്ചിട്ട് ആകസ്മികമായി ഭൂമിയിലെത്തിയതാണ്. പക്ഷെ അത് തെറ്റായ വാദമെന്ന് പിന്നീട് തെളിയിക്കുകയും ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും പ്രബലമായ എല്ലാവരും അംഗീകരിച്ച ഒരു സിദ്ധാന്തമാണ് രാസപരിണാമ സിദ്ധാന്തം. എന്താണ്, രാസപരിണാമ സിദ്ധാന്തം. അതനുസരിച്ച് ഈ രാസപരിണാമ സിദ്ധാന്തം പറയുന്നത് ജീവൻ, അതായത് ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രജലത്തിലെ രാസവസ്തുക്കൾക്കുണ്ടായ മാറ്റത്തിന്റെ ഫലമായിട്ടാണ് ജീവൻ ഉത്ഭവിച്ചത്. അപ്പോൾ ജീവൻ ഉത്ഭവിച്ചത് എവിടെയെന്ന് പറഞ്ഞാൽ സമുദ്രത്തിലാണ്. സമുദ്രത്തിലെ രാസവസ്തുക്കൾക്കുണ്ടായ മാറ്റത്തിന്റെ ഫലമായിട്ട് ജീവൻ ഉത്ഭവിച്ചെന്നാണ് ഏത് സിദ്ധാന്തം പറയുന്നത്, രാസപരിണാമ സിദ്ധാന്തം. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ് AI ഒപ്പാരനും JBS ഹാൾഡനും. ആരാണ്? AI ഒപ്പാരനും. അതുപോലെ അദ്ദേഹം റഷ്യൻ ശാസ്ത്രജ്ഞനാണ്. അതുപോലെ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ JBS ഹാൾഡൻ. ഇവരുടെ സംഭാവന, ഇവരുടെ പരീക്ഷണങ്ങളാണ് ഈ ഒരു സിദ്ധാന്തത്തിന് നമുക്ക് എന്ത് ചെയ്തത്, സ്വീകാര്യമാക്കി തീർത്തത്. അപ്പോൾ ഇവർ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ആദ്യത്തെ പണ്ട് കാലത്തെ ഭൂമിയുടെ അന്തരീക്ഷം ഈ ഒരു അവസ്ഥയിൽ ആ പടം കാണിച്ചിരിക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു, ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, അമോണിയ, നീരാവി, അങ്ങനെയുള്ള വാതകങ്ങളൊക്കെ എന്തായിരുന്നു അന്തരീക്ഷത്തിലുണ്ട്. സ്വതന്ത്ര ഓക്സിജൻ ഇല്ല, ബാക്കി ഇപ്പം പറഞ്ഞ മൂലകങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇടിമിന്നൽ, അൾട്രാവയലറ്റ് കിരണങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, അങ്ങനെയുള്ള ഊർജ്ജ സ്രോതസ്സിൻ്റെയൊക്കെ ഫലമായിട്ട് അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ച് ഏറെക്കാലം നീണ്ടു നിന്ന മഴയോടുകൂടി എന്ത് ചെയ്തു, സമുദ്രത്തിൽ രൂപപ്പെട്ടു. അങ്ങനെ ഈ സമുദ്രത്തിലുണ്ടായിരിക്കുന്ന, അപ്പോൾ സമുദ്രത്തിൽ ഈ ഇവയുടെ ഫലമായിട്ട് അപ്പോൾ എന്തൊക്കെയുണ്ട്, ഈ വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഈ ഒരു മൂലകങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ അമിനോ ആസിഡ്, മോണോസാക്കറൈഡ്, നൈട്രജൻ ബേസുകൾ, ഫാറ്റി ആസിഡ് അങ്ങനെയൊക്കെ സമുദ്രത്തിലെത്തി. അതൊക്കെ കൂടി ചേർന്നിട്ട് എന്തുണ്ടായി, ഈ അമിനോ ആസിഡുകൾ, മോണോസാക്കറൈഡ് ഒക്കെ ചേർന്ന് പ്രോട്ടീന്, പോളിസാക്കറൈഡ്, ന്യൂക്ലിയോറ്റൈഡുകൾ, കൊഴുപ്പുകൾ, അങ്ങനെയുള്ള സങ്കീർണ ജീവകണങ്ങളുണ്ടായി. അങ്ങനെയാണ് എന്ത് ചെയ്ത് ആദ്യമ ഈ ന്യൂക്ലിയിക് ആസിഡും ഈ കൊഴുപ്പും ഒക്കെ കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്തു, ആദിമ കോശം രൂപപ്പെട്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതങ്ങനെ ആദ്യത്തെ മനുഷ്യൻ്റെ ഉൽപ്പത്തി അപ്പോൾ എവിടെ നിന്നാണ് പറയുന്നത്, സമുദ്രത്തിൽ നിന്നാണെന്നാണ് ആര് പറയുന്നത്, രാസപരിണാമ സിദ്ധാന്തത്തനുസരിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ഇവരുടെ ഈ സിദ്ധാന്തത്തെ തന്നെ കൂടുതൽ ഉറപ്പിച്ച മറ്റൊരു പരീക്ഷണമായിരുന്നു യുറേ മില്ലർ പരീക്ഷണം നടത്തിയിട്ടും ഇവരെന്ത് ചെയ്തു, അവർ കൃത്രിമമായിട്ട് ഈ മീഥേനും അമോണിയ, ഹൈഡ്രജനൊക്കെ എന്ത് ചെയ്തു ഉണ്ടാക്കി അതിൽ നിന്നും ഈ ഒരു പരീക്ഷണം നടത്തി. അപ്പം അങ്ങനെ ഇവരുടെ ആ ഒരു സിദ്ധാന്തം ശരിയാണെന്ന് കണ്ടെത്തിയ ഒരു ഇത് കൊടുത്ത ആരാണ്, യുറേ മില്ലർ പരീക്ഷണമാണ്. ജസ്റ്റ് പടം കൊടുത്തിരിക്കുന്നുണ്ടോ, ആദിമകോശം പിന്നെ എന്തുണ്ടായി, പ്രോക്യാരിയോട്ടിക് ഉണ്ടായി, പിന്നെ എന്തുണ്ടായി, യൂക്യാരിയോട്ടിക് ഉണ്ടായി, പിന്നെ യൂക്യാരിയോട്ട് കോളനി ഉണ്ടായി, പിന്നെ എന്തുണ്ടായി, ബഹുകോശ ജീവികളുണ്ടായി. അത് പല ഒത്തിരി കാലഘട്ടങ്ങൾ എടുത്താണ്. ആദ്യം കാണിച്ചിരിക്കുന്നുണ്ടോ, ഇപ്പോഴുള്ള മനുഷ്യന്റെ 3800 വർഷങ്ങൾക്ക് മുമ്പാണ് എന്തുണ്ടായത്, ആദിമകോശം. 3800 വർഷങ്ങൾക്ക് മുമ്പാണ് ജീവന്റെ ഉൽപ്പത്തി. അതുപോലെ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് 3500 വർഷങ്ങൾക്ക് മുമ്പാണ് എന്തുണ്ടായത്, പ്രോക്യാരിയോട്ടിക്കിന്റെ ഉത്ഭവം. കണ്ടോ, പ്രോക്യാരിയോട്ടിക്കിന്റെ ഉത്ഭവം. പിന്നെ ഇപ്പോൾ ഉള്ളതിൻ്റെ 1500 വർഷങ്ങൾക്ക് മുമ്പാണ് യൂക്യാരിയോട്ടിക്കിന്റെ ഉത്ഭവം. കണ്ടോ, അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളത് ബഹുകോശ ജീവികൾ എന്താണ്, 1000 വർഷങ്ങൾക്ക് മുമ്പ്. അതിപ്പോൾ ഉള്ള ജീവികൾ ജസ്റ്റ് പടം കാണിച്ചിരിക്കുന്നതാണ്, ഓരോ കാലഘട്ടം എത്ര നാളുകൾക്ക് മുമ്പാന്നുള്ളത്. അപ്പം ഇപ്പം ജീവൻ ഉത്ഭവിച്ച് എത്ര നാളുകൾക്ക് മുമ്പെന്നാണ് പറയുന്നത്, 3600 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു കാലഘട്ടമാണ് ജീവൻ ഉത്ഭവിച്ചതായിട്ട്
കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ജീവൻ്റെ ഉൽപ്പത്തി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ആദിമകോശം. അതിൽ നിന്ന് പിന്നെ പ്രോക്യാരിയോട്ടിക്ക്, യൂക്യാരിയോട്ടിക്ക്, പിന്നെ എന്താണ്, ബഹുകോശ ജീവികളും ഉണ്ടായേക്കുന്നത്. ഓക്കെ, ഇനി ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കി ഇതിനു മുമ്പ് തന്നെ കുറേ ജീവപരിണാമം, നമ്മളിപ്പോൾ പറഞ്ഞ യുറേ മില്ലറിൻ്റെയൊക്കെ കൂടാണ്ട് തന്നെ, രാസപരിണാമ സിദ്ധാന്തമൊക്കെ കൂടാണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിലേക്ക് മനുഷ്യൻ എത്തിയത്, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന പല സിദ്ധാന്തങ്ങളുമുണ്ട്. അതിലങ്ങനത്തെ ഒരു സിദ്ധാന്തമാണ്, ഒന്നാമത്തെ ഒരു സിദ്ധാന്തമാണ് എന്താണ്, ലാമാർക്കിസം. ലാമാർക്ക് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: ജീവികൾ ജീവിതകാലത്ത് ആർജിക്കുന്ന സ്വഭാവങ്ങളെയാണ് സ്വയാർജിത സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം സ്വഭാവങ്ങൾ തലമുറകളിലൂടെ കൂടിച്ചേർന്ന് പുതിയ ജീവജാലങ്ങൾ ഉണ്ടാകുന്നതാണ് ലാമാർക്ക് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആദ്യകാലങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ജിറാഫുകൾ നീളം കുറഞ്ഞ കഴുത്തുള്ളവയായിരുന്നു. ആ സമയത്ത് നന്നായിട്ട് ഭക്ഷ്യ ദൗർലഭ്യം ഉണ്ടായി. അങ്ങനെ ഭക്ഷ്യ ദൗർലഭ്യം ഉണ്ടായത് അത് മറികടക്കാൻ വേണ്ടിയിട്ട് ഇവ എന്ത് ചെയ്തു, കഴുത്ത് നീട്ടി ഉയരമുള്ള മരങ്ങളെ ആശ്രയിച്ച് എന്ത് ചെയ്തു, ഇലകളൊക്കെ കടിച്ചു തിന്നാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ടാണ് ജിറാഫുകളുടെ കഴുത്തിന് നീളം കൂടിയതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ സ്വയാർജിത സ്വഭാവങ്ങൾ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യില്ല എന്നതിനാൽ ഈ വിസ്തീർണം എന്ത് ചെയ്തു, ശാസ്ത്രലോകം അംഗീകരിച്ചില്ല. അപ്പം ലാമാർക്ക് പറഞ്ഞ ഇതാണ്, എന്താണ്, ഒരു ജീവിക്ക് അതിൻ്റെ ജീവിതകാലത്ത് ആർജിത സ്വഭാവങ്ങളെയാണ് സ്വയാർജിത സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം സ്വഭാവങ്ങൾ തലമുറകളിലൂടെ കൂടിച്ചേർന്ന് പുതിയ ജീവജാലങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ജിറാഫിൻ്റെ എക്സാമ്പിൾ ഓർത്തിരുന്നാൽ മതി. പക്ഷെ അതെന്താണ്, ഈ സ്വയാർജിത സ്വഭാവങ്ങൾ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യുകയില്ല എന്നതിനാലാണ് ഇതിനെ ശാസ്ത്രലോകം അംഗീകരിക്കാണ്ട് പോയത്. അതിനുശേഷം പരീക്ഷണങ്ങൾ നടത്തിയ അടുത്ത ആളാണ് ആര്, ഡാർവനിസം. ഡാർവനിസം. അപ്പോൾ ജീവപരിണാമവുമായി ബന്ധപ്പെട്ട് യുക്തിസഹമായ ശാസ്ത്രീയ സിദ്ധാന്തം ആവിഷ്കരിച്ച ആളാണ് ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ചാൾസ് റോബർട്ട് ഡാർവിൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കപ്പൽ യാത്രയൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് അല്ലേ. ഏത് ദ്വീപസമൂഹത്തിലേക്കായിരുന്നു, ഗാലപ്പോസ് എന്ന് പറയുന്നത് ഗാലപ്പോസ് എന്ന ദ്വീപസമൂഹത്തിലെ ജീവികളെ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പഠനം നടത്തിയത്. ഏത് കപ്പലിലാണ്? HMS ബീഗിൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. HMS ബീഗിൾ എന്ന കപ്പലിൽ ഗാലപ്പോസ് ദ്വീപുകളിലേക്കാണ് അദ്ദേഹത്തിൻ്റെ യാത്ര നടത്തിയത്. അങ്ങനെ അദ്ദേഹം യാത്ര നടത്തുകയും അവിടെയുള്ള ജീവജാലങ്ങളെയൊക്കെ നിരീക്ഷിക്കുകയും തീരപ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച യാത്രാ സംഘത്തോടൊപ്പമാണ് ഇദ്ദേഹം ചേർന്നത്. അന്നേരം അദ്ദേഹത്തിന് 22 വയസ്സായിരുന്നു. പിന്നെ 7 വർഷത്തിനു ശേഷം ബ്രിട്ടനിൽ തിരിച്ചെത്തുമ്പോഴേക്കും പരിണാമ സിദ്ധാന്തത്തിന് ഉപോത്ബലമായ പല തെളിവുകളും അദ്ദേഹം ശേഖരിച്ചിരുന്നു. അങ്ങനെ തുടർ അന്വേഷണങ്ങൾക്കും നിരീക്ഷണങ്ങളും പഠനങ്ങൾക്കും ശേഷം അദ്ദേഹത്തിൻ്റെ 50-ാം വയസ്സിലാണ് പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള ജീവിവർഗ ഉൽപ്പത്തി എന്നുള്ള വിഖ്യാത ഗ്രന്ഥം. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണേത്, ഒറിജിൻ ഓഫ് സ്പീഷ്യസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള ജീവിവർഗത്തിൻ്റെ ഉൽപ്പത്തി. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. അത് എന്ത് ചെയ്തു, ശാസ്ത്രലോകത്തിന് അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഗാലപ്പോസ് ദ്വീപിൽ പ്രധാനമായിട്ടും പഠനവിധേയമാക്കിയത് കുരുവികളിലാണ് അദ്ദേഹം പഠനം നടത്തുക. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഗാലപ്പോസ് ദ്വീപാണ്, HMS ബീഗിളാണ് കപ്പലിൻ്റെ പേര്. 22-ാമത്തെ വയസ്സിലാണ് പോയത്. 7 വർഷത്തിന് ശേഷം തിരിച്ചു വന്നു. പുസ്തകം രചിച്ചത് 50-ാമത്തെ വയസ്സിലാണ്. പുസ്തകത്തിൻ്റെ പേര് ഒറിജിൻ ഓഫ് സ്പീഷ്യസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഇനി അതെന്താന്ന് പറയാം നമുക്ക്. ഒരു കാര്യം കൂടി, ലാമാർക്കിനും ഡാർവിനും ഒപ്പം തന്നെ വേറൊരു ശാസ്ത്രജ്ഞൻ്റെ കൂടി കാര്യം കൂടി പറയുന്നുണ്ട്, റോബർട്ട് മാൽത്തൂസ് ഈ ഡാർവിൻ്റെ സിദ്ധാന്തത്തെ ഏക സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്. മനുഷ്യ ജനസംഖ്യ വർദ്ധിക്കുന്നതിന് ആനുപാതികമായിട്ട് ഭക്ഷ്യോൽപാദനം വർദ്ധിക്കുന്നില്ല. അങ്ങനെ ഈ ഭക്ഷ്യ ദൗർലഭ്യവും രോഗവും പട്ടിണിയും അതിജീവിക്കുന്നതിനുള്ള മത്സരം ഉണ്ടാകുമെന്ന് പറഞ്ഞ ആളാണ് ഈ തോമസ് റോബർട്ട് മാൽത്യൂസ് എന്ന് പറയുന്ന ആള്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്തരം ആശയങ്ങൾ കൂടി കൂട്ടിച്ചേർത്താണ് ഡാർവിന് പിന്നെ ഈ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അപ്പോൾ ഇതും കൂടി ഓർത്തിരിക്കണം കേട്ടോ, റോബർട്ട് മാൽത്യൂസ്. അപ്പം നോക്കിയേ, ആ പടം കാണിച്ചിരിക്കുന്ന നോക്കിയേ, വിവിധ വ്യതിയാനങ്ങളുള്ള ജീവികൾ. അപ്പോൾ എന്ത് കിട്ടുന്നു, അമിതോൽപാദനം ഒത്തിരി എണ്ണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പക്ഷേ എന്ത് ചെയ്യുക, അവർക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷ്യസാധനങ്ങളില്ല. അപ്പം എന്താ സംഭവിക്കുന്നത്, നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം. അങ്ങനെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിൽ അനുകൂല വ്യതിയാനങ്ങൾ ഇല്ലാത്തവ എന്ത് ചെയ്യുന്നു, നശിച്ചു പോകുന്നു. പക്ഷെ അനുകൂല വ്യതിയാനങ്ങൾ ഉള്ളവ അവിടെ നിലനിൽക്കുന്നു, പ്രകൃതി നിലനിർത്തുകയും അനുകൂല വ്യതിയാനങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. തലമുറകളായി ലഭിക്കുന്ന വ്യതിയാനങ്ങളുടെ സഞ്ചയം, അങ്ങനെ പുതിയ ജീവി ഉത്ഭവിക്കുന്നു. ഇതാണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം പറയുന്നത്. കണ്ടോ,
എന്താണ് വ്യത്യസ്ത വ്യതിയാനങ്ങളുള്ള ജീവികൾ അമിതോൽപാദനം കാരണം എന്ത് ചെയ്യുന്നു, നിലനിൽപ്പിനായുള്ള സമരം എന്നുവെച്ചാൽ അവയ്ക്കുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അനുകൂലമായിട്ടുള്ളവ അവിടെ നിലനിൽക്കുകയും അല്ലാത്തവ എന്ത് ചെയ്യുന്നു, നശിച്ചു പോവുകയും ചെയ്യുന്നു. ഓക്കെ, എന്താണ് പ്രകൃതി നിർദ്ധാരണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓരോ ജീവിവർഗവും നിലനിൽക്കാവുന്നതിലും കൂടുതൽ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷേ അവർക്ക് ഭക്ഷണത്തിനും വാസസ്ഥലത്തിനും ഇണയ്ക്കും വേണ്ടി മത്സരം ഉണ്ടാകുന്നു. അങ്ങനെ ജീവികളുടെ എണ്ണം കൂടുതലും വിഭവങ്ങൾ കുറവുമാകുന്ന സാഹചര്യത്തിൽ ഈ മത്സരം കൂടുതൽ കടുത്തതാകുന്നു. ജീവികളിലെ നിരവധി വ്യതിയാനങ്ങൾ പ്രകടനമാണ്. ഇത്തരം വ്യതിയാനങ്ങളിൽ അനുകൂലമായതും ഉണ്ടാകും, അനുകൂലമല്ലാത്തതും ഉണ്ടാകാം. അങ്ങനെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിൽ അനുകൂല വ്യതിയാനങ്ങളുള്ളവ നിലനിൽക്കുകയും അല്ലാത്തവ നശിക്കുകയും ചെയ്യുന്നു. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന വ്യത്യസ്ത രീതികൾ ആവർത്തിക്കുകയും ചെയ്യുന്ന വ്യതിയാനങ്ങൾ മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തമായി ജീവജാതികളെ രൂപപ്പെടുത്തുന്നു. അങ്ങനെ പ്രകൃതിയുടെ ഏത് തെരഞ്ഞെടുപ്പിനെയാണ് എന്ത് പറയുന്നത്, പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്നത്. ഇതാണ് ഡാർവിൻ വിശദീകരിച്ച പ്രകൃതി നിർദ്ധാരണം. പടം ഓർത്തെടുത്താൽ മതി, പെട്ടെന്ന് മനസ്സിലാകും. സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞൊരു ഇതിനകത്ത് പറഞ്ഞതായിരുന്നു. അതിനകത്ത് ഒരു പോയിന്റ് കൂടെ, നിയോ ഡാർവിനിസം. എന്താണെന്ന് വെച്ചാൽ ഡാർവിന് ശേഷമുണ്ടായ അറിവുകൾ കൂട്ടിച്ചേർത്തി പുതുക്കി രൂപപ്പെടുത്തിയതാണ് നിയോ ഡാർവിനിസം എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ ചാൾസ് ഡാർവിൻ്റെ കാലത്ത് പിന്നെന്താണ് ജീന്, ക്രോമസോം അവയെ പറ്റിയൊന്നും കൂടുതൽ അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ജനിതക ശാസ്ത്രം, കോശവിജ്ഞാനീയം, ഭൗമശാസ്ത്രം, ഫോസിൽ പഠനം അങ്ങനെയൊക്കെ കണ്ടെത്തലുകൾ പിന്നീടാണ് ഉണ്ടായത്. അപ്പോൾ അവയൊക്കെ കൂടെ കൂട്ടിച്ചേർത്ത് ഡാർവിനിൻ്റെ സിദ്ധാന്തത്തെ പിന്നീട് പുതുക്കി രൂപപ്പെടുത്തുന്നതിനെയാണ് നിയോ ഡാർവിനിസം എന്നറിയപ്പെടുന്നത്. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്തതാണ് ഉൽപരിവർത്തനം. നമ്മൾ കഴിഞ്ഞൊരു പാഠത്ത് പറഞ്ഞ എന്താണെന്നുള്ളത്. എന്താണ്, ജീവികളിൽ വ്യതിയാനങ്ങൾക്കുള്ള കാരണങ്ങൾ ഒന്നാണ് അവയുടെ ജീനുകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ. അങ്ങനെ ജീനുകൾക്ക് ആകസ്മികമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്നുകൊണ്ട് അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്, ഉൽപരിവർത്തന സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇത് ആവിഷ്കരിച്ച ആരാന്ന് വെച്ചാൽ ഹ്യൂഗോ ഡീവ്രിസ് എന്നുള്ള ശാസ്ത്രജ്ഞനാണ് ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അത് ഓർത്തിരിക്കണം കേട്ടോ. എന്താണ് ഉൽപരിവർത്തന സിദ്ധാന്തം? ജീവികളിൽ പെട്ടെന്നുണ്ടാകുന്ന ആകസ്മിക സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ എന്ത് ചെയ്യുന്നു, പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെ പുതിയ ജീവജാലങ്ങൾ രൂപപ്പെടുന്നു. അതാണ് ഉൽപരിവർത്തന സിദ്ധാന്തം. ആവിഷ്കരിച്ചത് ആരാണോ, ഹ്യൂഗോ ഡീവ്രിസ്. അത് ഓർത്തിരിക്കുക കേട്ടോ, ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇനി അടുത്ത ഒരു പോയിന്റ് പറയാൻ പോകുന്നത് എന്താണ്, ജൈവ രസതന്ത്രവും. നമുക്കറിയാം, നമുക്ക് സൂക്ഷ്മജീവികളും സസ്യങ്ങളും ജന്തുക്കളൊക്കെ തമ്മിൽ കാണുമ്പോൾ എല്ലാം പലതും പല രീതിയിലാണ് ഇരിക്കുന്നത് അല്ലേ. പക്ഷെ ഇവിടെയൊക്കെ കോശഘടനയും ജീവധർമ്മ ഘടകങ്ങളും ഒക്കെ എന്തുണ്ട്, ഒരുപാട് സാമ്യങ്ങളുണ്ട്. അതാണ് കാണിച്ചത്. ഒരു ബാക്ടീരിയയും മനുഷ്യനെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. ഈ രണ്ട് ബാക്ടീരിയ ആണെങ്കിലും മനുഷ്യനാണെങ്കിലും അവയുടെ രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണ്, എൻസൈമുകളാണ് അല്ലേ, എൻസൈമുകളാണ്. അതുപോലെ ഊർജ്ജം സംഭരിക്കുന്നത് എവിടെയാണ്, ATP തന്മാത്രകളിലാണ്. അതുപോലെ തന്നെ പാരമ്പര്യ സ്വഭാവങ്ങൾ നിർണ്ണയിക്കുന്നത് ആരാണ്, ജീനുകളാണ്. അതുപോലെ തന്നെ അടിസ്ഥാന പദാർത്ഥങ്ങൾ ധാന്യങ്ങളും പ്രോട്ടീനുകളും കൊഴുപ്പുകളുമാണ്. അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കാം, സൂക്ഷ്മജീവികളാണെങ്കിലും മനുഷ്യരാണെങ്കിലും കാഴ്ചയിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഇവിടെ കോശഘടനയും അതുപോലെ തന്നെ ജീവധർമ്മ ഘടനകളൊക്കെ എന്തുണ്ട്, വളരെയധികം സാമ്യങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ വേറൊരു പോയിന്റാണ്, നമ്മുടെ ഈ പ്രോട്ടീൻ ഉണ്ടല്ലോ, പ്രോട്ടീൻ തന്മാത്രകളിലെ അമിനോ ആസിഡ് ശൃംഖലകളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് എന്ത് സംഭവിക്കാം, ഉൽപരിവർത്തനം സംഭവിക്കാം. അങ്ങനെ ഈ അമിനോ ആസിഡുകളിൽ വ്യത്യാസം ഉണ്ടാകാനായിട്ട് ഇത് എന്ത് ചെയ്യുന്നത്, കാരണമാകുന്നു. അങ്ങനെ മനുഷ്യൻ ഹീമോഗ്ലോബിനിലെ ബീറ്റാ ശൃംഖലയിലെ അമിനോ ആസിഡുകളുമായി മറ്റു ജീവികളിലെ ബീറ്റാ ശൃംഖലയിലെ അമിനോ ആസിഡുകൾ വഴി താരതമ്യ പഠനം നടത്തിയപ്പം കിട്ടിയ ചില വസ്തുതകളാണ് ഇപ്പം ഈ അടുത്ത ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ചിമ്പാൻസിയിൽ മനുഷ്യരിലെ ഹീമോഗ്ലോബിനിലെ ബീറ്റാ ശൃംഖലയുടെ ആയിട്ട് എന്തുണ്ട്, വ്യത്യാസമൊന്നും ഇല്ല. പക്ഷെ ഗോറില്ലയാണെങ്കിൽ ഒരു അമിനോ ആസിഡ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എലിയാകുമ്പോൾ എത്ര, 31 അമിനോ ആസിഡുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അമിനോ ആസിഡുകളിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഹീമോഗ്ലോബിനിലെ ബീറ്റാ ശൃംഖലയിലെ അമിനോ ആസിഡുകളിൽ മറ്റ് ജീവികളുമായിട്ട് താരതമ്യം ചെയ്തേക്കുന്നതിൻ്റെ ഒരു പടമാണ് കൊടുത്തിരിക്കുന്നത്. ചിമ്പാൻസിക്കും മനുഷ്യനിലും ഒരേപോലെയാണ്. ഗോറില്ലയും മനുഷ്യനും തമ്മിൽ ഒരു അമിനോ ആസിഡിന് വ്യത്യാസമുണ്ട്. ഇനി എലിയാണെങ്കിൽ എത്രയാണ്, 31 അമിനോ ആസിഡിൻ്റെ വ്യത്യാസമുണ്ട്. ഇനി അടുത്ത നോക്കിയേ, ഒരു നമ്മുടെ മനുഷ്യനിലേക്കുള്ള ഒരു ഇതാണ്, ഒരു ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ രൂപമാണ് ഈ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്, കുരങ്ങ് അല്ലേ, കുരങ്ങ്. പിന്നെന്തായിട്ട് മാറുന്നു, ഗിബ്ബൺ എന്നായിട്ട് മാറുന്നു.
പിന്നെ ഒറാങ്ങുട്ടാൻ, ഗോറില്ല, ചിമ്പാൻസി, പിന്നെയാണ് ആരുണ്ടായത്? മനുഷ്യനുണ്ടായിരിക്കുന്നത്. കണ്ടോ? അപ്പം ആദ്യത്തെ ആ ഒരു രൂപം, ആദ്യമാണ് കുരങ്ങെന്ന് പറയുന്നത് അല്ലേ, കുരങ്ങ്. സാർക്കോപിത്തിക്കോഡിയ എന്ന് പറയും, ചെറിയ മസ്തിഷ്കമുള്ള നീളമുള്ള വാലുകളുള്ള രൂപം കുരങ്ങ്. പിന്നെ അതിനുശേഷം പിന്നെ വരുന്നതാണ് സർക്കോപിത്തിക്കോഡിയക്കകത്ത് കുരങ്ങ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം വരുന്നത് ഹോമിനോയിഡയാണ്. ഹോമിനോയിഡയ്ക്കകത്താണ്. അവയ്ക്കൊക്കെ എന്താ, വികസിച്ച മസ്തിഷ്കമുണ്ട്, സ്വതന്ത്രമായി ചലിപ്പിക്കാവുന്ന കൈകളുണ്ട്. അപ്പം ഈ ആന്ത്രോപോയിഡ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, സാർക്കോപിത്തിക്കോയിഡയും ഹോമിനോയിഡയും. ഓക്കെ, ഹോമിനോയിഡയും. അപ്പോൾ ഈ ആർത്തോപോഡിയ എന്തൊക്കെയാണ്? സെർക്കോപിത്തിക്കോഡിയയും ഹോമിനോയിഡയും. അപ്പോൾ ഈ സെർക്കോപിത്തിക്കോഡിയയ്ക്കകത്ത് ആരാണ്? കുരങ്ങ് മാത്രമേ ഉള്ളൂ. ബാക്കി ഹോമിനോയിഡയ്ക്കകത്താണ് ബാക്കി റിബൺ, കുരങ്ങിന് ശേഷം വരുന്നത് ഗിബൺ, പിന്നെ ഒറാങ്ങുട്ടാൻ, ഗോറില്ല, ചിമ്പാൻസി, പിന്നെയാണ് ആരുണ്ടാകുന്നത്? മനുഷ്യനുണ്ടാകുന്നത്. അപ്പോൾ ആ ഘട്ടങ്ങളെല്ലാം വരുന്നത് ഹോമിനോയിഡയ്ക്കകത്താണ്. അപ്പോൾ ആദ്യത്തെ സെർക്കോപിത്തിക്കോഡിയയ്ക്കകത്ത് എന്താണ്? കുരങ്ങ് മാത്രമേ ഉള്ളൂ. കേട്ടോ? അടുത്ത് നോക്കിയേ, ആദ്യത്തെ നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യനിലേക്കുള്ള ഒരു മസ്തിഷ്ക വികാസത്തിന്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ മനുഷ്യൻ കണ്ടോ, ആർഡിപിത്തിക്കസ് അല്ലേ, ആർഡിപിത്തിക്കസ് റാമിഡസ്. അതാണ് മനുഷ്യകുലത്തിന്റെ ഏറ്റവും പുരാതന അംഗം എന്ന് പറയുന്നത്. അവയെക്കുറിച്ചുള്ള ഫോസിലുകൾ ലഭിച്ച എവിടെ നിന്നാണ്? ആഫ്രിക്കയിൽ നിന്നുമാണ് ലഭിച്ചിരുന്നത്. അത് ശരിക്കും നമ്മൾ കുരങ്ങിനെ പോലെ തന്നെ മരത്തെ കൂടി കയറി നടക്കുന്ന ഒരു ഇത്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജാണ് ആസ്ട്രലോപിത്തിക്കസ് അഫറിൻസിസ്. അത് എവിടുന്നാണ് കിട്ടിയത്? അത് ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ്. മെലിഞ്ഞ ശരീരം, കണ്ടോ, കുറച്ച് വ്യത്യാസമുണ്ട്. അടുത്തതാണ് ഹോമോ ഹാബിലസ്. ഹോമോ ഹാബിലസിന്റെ ഫോസിലും ആഫ്രിക്കയിൽ നിന്നാണ് കിട്ടിയത്. കല്ലിൽ നിന്നും അസ്ഥി കഷണങ്ങളിൽ നിന്നും എന്ത് ചെയ്തവര്? ആയുധങ്ങൾ നിർമ്മിച്ചു. എവിടുന്നൊക്കെയാണ്? കല്ലിൽ നിന്നും അസ്ഥി കഷണങ്ങളിൽ നിന്നും. ഇനി അടുത്തതാണ് ഹോമോ ഇറക്സ്. അത് PSC ചോദിച്ചിട്ടുണ്ട്. ഹോമോ ഇറക്സിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? കട്ടിയുള്ള കീഴ്ത്താടിയും വലിയ പല്ലുകളും നിവർന്നു നിൽക്കാനുള്ള കഴിവും. അതാണ് ഇറക്സ്, നിവർന്നു നിൽക്കാനുള്ള കഴിവും. ഇതിന്റെ ഫോസിലുകൾ ആഫ്രിക്കയിൽ നിന്ന് മാത്രമല്ല ഏഷ്യയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഹോമോ ഇറക്സ്, നിവർന്നു നിൽക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി അടുത്തതാണ് ഹോമോ നിയാണ്ടർതാൾസ്. അതാണ് നമ്മുടെ ആധുനിക മനുഷ്യന്റെ സമകാലീനം എന്നറിയപ്പെടുന്നത്. അതിന്റെ ഫോസിൽ യൂറോപ്പ്, ഏഷ്യയിൽ നിന്നൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്. ആധുനിക മനുഷ്യന്റെ സമകാലീനം ആരാണ്? ഹോമോ നിയാണ്ടർതാൾസ്. ഓക്കെ, ഇനി ആധുനിക മനുഷ്യൻ ആരാണ്? ഹോമോ സാപ്പിയൻസ്. അതിന്റെ ഫോസിലുകൾ ഫ്രാൻസിൽ നിന്നാണ് ആദ്യ ഫോസിലുകൾ ലഭിച്ചത്. ഇപ്പോഴുള്ള മനുഷ്യൻ, അപ്പോൾ ഇപ്പോഴുള്ള മനുഷ്യനാണ് ഏത്? ഹോമോ സാപ്പിയൻസ് അല്ലേ, അതാണ് ഏറ്റവും ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വികാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോഴുള്ള മനുഷ്യൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഏതാണ്? ആർഡിപിത്തിക്കസ് റാമിഡസ്. അതാണ് ഏറ്റവും പുരാതന അംഗം. പിന്നെ ആസ്ട്രലോപിത്തിക്കസ് അഫറൻസിസ്, മെലിഞ്ഞ ശരീരം, ആഫ്രിക്കയിൽ നിന്ന് കിട്ടി. പിന്നെ ഹോമോ ഹാബിലസ്, അവരെന്ത് ചെയ്തു? ആയുധങ്ങൾ നിർമ്മിച്ചു. എങ്ങനെ? കല്ലിൽ നിന്നും അസ്ഥി കഷ്ണങ്ങളിൽ നിന്നൊക്കെ. പിന്നെ ഹോമോ ഇറക്സ്, എന്ത് പറ്റുന്നേ? നിവർന്നു നിൽക്കാനുള്ള കഴിവുണ്ട്, കട്ടിയുള്ള കീഴ്ത്താടിയും വലിയ പല്ലുകളും. അതും ആഫ്രിക്ക, ഏഷ്യയിൽ നിന്നൊക്കെ ലഭിച്ചു. പിന്നെ ആധുനിക മനുഷ്യന്റെ സമകാലീനം എന്നറിയപ്പെടുന്ന ഹോമോ നിയാണ്ടർതാൾസ് അല്ലെ, അത് യൂറോപ്പ്, ഏഷ്യയിൽ നിന്നൊക്കെ. പിന്നെ ആധുനിക മനുഷ്യൻ ആരാണ്? ഹോമോ സാപ്പിയൻസ്. അതിൻ്റെത് ഫ്രാൻസിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്ത്. ജനിതക ശാസ്ത്രം എന്നുള്ള ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ബുദ്ധിമുട്ട് പോലൊക്കെ തോന്നും, എങ്കിലും പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.